ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മണി ബാങ്ക് അഥവാ മണി സേവറാണ്. നമ്മൾ കുടുക്ക എന്നൊക്കെ പറയത്തില്ലേ, മണി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മുമ്പൊക്കെ ഞാൻ പൗഡർ ടിന്നിലൊക്കെ ആയിരുന്നു യൂസ് ചെയ്ത് ഇങ്ങനെ ഒരു മണി ബാങ്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ വളരെ ക്യൂട്ടായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിന് വീട്ടിലുണ്ടാക്കിയെടുക്കാനും, അതുപോലെ നമ്മുടെ സ്റ്റഡി റൂമിലോ നമ്മുടെ ലിവിങ് റൂമിലോ നമ്മുടെ റൂമിൽ ഇത് വെച്ചിരിക്കുമ്പോൾ വളരെ ക്യൂട്ടായിട്ട് നമ്മുടെ ഒരു മണി സേവിങ് തിങ് ഇരിക്കുന്നത് നല്ലതല്ലേ. ഇതിന് ഞാൻ ഒരു ടാഗ് കൊടുത്തിരിക്കുന്നത് ഹോപ്സ് ആൻഡ് ഡ്രീംസ് എന്നാണ്. ഹോപ്സ് ഇതൊക്കെ നമ്മുടെ ഡ്രീംസും ഇതിനകത്ത് എഴുതിയിട്ടിരിക്കാം, സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ കാർഡ്ബോർഡ് വെട്ടി ചാർട്ടിൽ ഒട്ടിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ തിന്നായിട്ടുള്ള പ്ലൈവുഡ് വാങ്ങാൻ കിട്ടും കേട്ടോ. അത് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് 5-6 വർഷമൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ പ്ലൈവുഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് റെഡ് ചാർട്ടിൽ ഒട്ടിച്ച കാർഡ്ബോർഡ് അഥവാ പ്ലൈവുഡാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഒട്ടിച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഗ്രിഡ് പേപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത് ഈ സൈഡ് ഡെക്കറൊക്കെ ചെയ്യാൻ വേണ്ടി. ഗ്രിഡ് പേപ്പർ ആണെങ്കിൽ ഞാൻ കഫേയിൽ പോയി പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. മുമ്പാണെങ്കിൽ ഒരു മിനി ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അതെടുത്തതിൻ്റെ ബാലൻസ് ഇരുന്നത് വെച്ചാണ് ഞാനിതിൻ്റെ സൈഡ് ഡെക്കർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മണി ഇടാനുള്ളതും കൂടി ചേർത്താണ് കേട്ടോ ആ സൈഡിൽ അതിൻ്റെ മുകളിൽ സെറ്റാക്കിയിരിക്കുന്നത്. കണ്ട ഗ്രിഡ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതാകുമ്പോൾ ചിമ്മിനിക്ക് പകരമായിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്, ആ ഒരു ലുക്ക് കിട്ടാനായിട്ട്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ, ഞാനിപ്പോൾ റീസെൻ്റായിട്ടാണ് വീഡിയോ ഇടാൻ തുടങ്ങിയത്. എനിക്കിതിൽ ഞാൻ നല്ല എഫേർട്ട് എടുത്താണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കാണുന്നവർക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഗ്രിഡ് പേപ്പർ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം വിൻഡോസ് അത് ഞാൻ കാർഡ്ബോർഡ് വൈറ്റ് ചാർട്ടിൽ വെട്ടി ഒട്ടിച്ചാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിന് താഴോട്ട് ഞാൻ ഒട്ടിക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ വാഷി ടേപ്പാണ് കേട്ടോ. വാഷി ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഒരു ഹൗസിൻ്റെ ആ ഒരു ലുക്കിലോട്ട് വരാൻ വേണ്ടിയാണ് കേട്ടോ. നമുക്കിഷ്ടമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്കത് വരച്ചു കൊടുത്താലും മതിയായിരുന്നു. ഞാൻ പിന്നെ വരയ്ക്കുന്നതിൽ ഈ സ്കെയിൽ ഉപയോഗിച്ച് വരയിടുന്നതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. എപ്പം വരയിട്ടാലും വളഞ്ഞു പോകും. പിന്നെ അവിടെ ഞാൻ ചാർട്ടിൽ വെട്ടിയ പൂക്കളാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ടാഗ് ഞാൻ ചാർട്ടിൽ വെട്ടി ഒട്ടിച്ചതാണ്. ഓരോ പൂക്കളായിട്ട് വെട്ടി അതിനകത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ളത് ഒട്ടിച്ച് പിന്നെ ആ കാർഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നതാണ്. അത് ഞാൻ മുകളിൽ തന്നെ വെച്ചിട്ടുണ്ട് ഒരു രസത്തിന്. പിന്നെ ഒരു വാതിലെന്ന് പറഞ്ഞാൽ ചാർട്ടിൽ 2 ചാർട്ട് അകത്തൊരു ചാർട്ടിനകത്ത് ഒട്ടിച്ച് മടക്കിയെടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് ചെയ്തു നോക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് കിട്ടും. പിന്നെ അതിനുശേഷം ഒറിജിനലായിട്ടുള്ള താക്കോലിടുന്ന സാധനമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം ഇത് നമുക്ക് റീയൂസബിൾ ആയിട്ടുള്ള ഒരു മണി ബാങ്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതായത് മുകളിൽ ആ ചിമ്മിനി വഴി നമ്മൾ മണി അകത്തോട്ടിട്ടിട്ട് വർഷത്തിൽ എപ്പോഴാണോ എടുക്കേണ്ടത് ആ സമയത്ത് നമ്മൾ ഈ പൂട്ട് തുറന്ന് നമുക്ക് മണി എടുക്കാം. പിന്നെ അടുത്ത വർഷം വീണ്ടും നമുക്ക് ഇതിൽ തന്നെ മണി സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കളറ് ഫെയ്ഡായ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കും.